ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇന്നലെ രാത്രിയിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിരുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, സ്ട്രെങ്ത് കാർഡ്, അതുപോലെ കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ജോലി ചെയ്യുന്നുണ്ട്, അവർ ഫ്രണ്ട്സുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അവരുടെ ലൈഫിൽ ഡെയിലി റുട്ടീൻസ് എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ വന്നിരിക്കുകയാണ്. നിങ്ങളെ കുറിച്ചിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്ന ആ ഒരു സ്നേഹം അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടത്ര ഒരു വില അവർ തന്നിരുന്നില്ല, നിങ്ങൾ അവർ ഗൗനിച്ചിരുന്നില്ല. ഈ ഒരു വ്യക്തികൾ എന്ന് പറയുന്നത് കുറച്ച് ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, സെൽഫിഷ് ആണ് അവര്, അഹങ്കാരികൾ എന്നൊക്കെ പറയുന്ന പോലെ. ആരും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വകവെക്കാത്ത അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ആരുടെ മുന്നിലും ഇതുവരെ തലകുനിച്ച് നിന്നിട്ടില്ല. ആ ഒരു ക്യാരക്ടർ തന്നെയാണ് അവർ നിങ്ങളുടെ അടുത്തും കാണിച്ചത്. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അവർ നിങ്ങളെയും ഗൗനിച്ചിരുന്നില്ല. ആ ഒരു തിരിച്ചറിവ്, ആ ഒരു കാര്യം അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെയുള്ള ഒരു സ്നേഹം തരണമെന്ന് അവർക്ക് തോന്നി തുടങ്ങി. അവരുടെ ആന്തരികമായിട്ടുള്ള ആ ഒരു സോളിൽ നിന്ന് തന്നെ അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ്. ആരും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടല്ല, അവർക്ക് തന്നെ ഒരു റിയലൈസേഷൻ വന്നിരിക്കുകയാണ്. സ്നേഹം നിങ്ങൾക്ക് തരണം, സ്നേഹിച്ച് നിങ്ങളുടെ അടുത്ത് നിൽക്കണം. നിങ്ങളോട് സ്നേഹിച്ച് നിൽക്കുമ്പോൾ തിരിച്ച് നിങ്ങളും അവർക്ക് കൊടുക്കുന്ന സ്നേഹം പ്യുവർ ആണ്. ഒരു കളങ്കമില്ലാത്ത കറകളഞ്ഞ സ്നേഹമാണ് നിങ്ങളിൽ നിന്ന് കിട്ടുന്നത് എന്നൊരു വ്യക്തത അവർക്ക് വന്നിട്ടുണ്ട്. അതായത് ആ വ്യക്തികളിൽ പല രീതിയിലുള്ള പരിവർത്തനങ്ങൾ, ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട് പല സന്ദർഭങ്ങളിലായിട്ട്. അതിൽ നിന്നാണ് അവർക്ക് ഈ ഒരു മാറ്റം വന്നിട്ടുള്ളത്. മേ ബി നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഫലമായിട്ടായിരിക്കാം അവർക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ മാറ്റങ്ങളെല്ലാം വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓർമ്മയിലാണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്തേക്ക് വെറുതെ വരാനല്ല, ഇതുവരെ കണ്ട അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു വ്യക്തിയായിട്ടാണ് അവർ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നിങ്ങൾക്ക് സന്തോഷം തരുന്ന രീതിയിൽ, നിങ്ങൾക്കൊരു വേദനയൊന്നും തരാത്ത രീതിയിൽ തന്നെ വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്.